ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ഫ്രൈഡ് ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ടുള്ള ബിസ്ക്കറ്റ് റെസിപ്പി ഇടാനായിട്ട്. അപ്പോൾ ഇന്നത്തേത് അങ്ങനെ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന, അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് ചിലപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് 1 കപ്പ് ആട്ടപ്പൊടിയാണ്. അതിനകത്തോട്ട് ഞാനിവിടെ 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഞാൻ വറുക്കാത്തതാണ് എടുത്തിട്ടുള്ളത്, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. അതിനകത്തോട്ട് ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ വറുത്ത് പൊടിച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. ജസ്റ്റ് നമ്മൾ തേങ്ങ ചിരണ്ടി ഒന്ന് വറുത്ത് പൊടിക്കുന്നതാണ്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം, കാരണം നമ്മളിത് കുറച്ചും കൂടെ പഞ്ചസാര കടിക്കുന്ന പരുവത്തിലാണ് ഈ ബിസ്ക്കറ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പഞ്ചസാര ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്കയും കൂടി കുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ട നെയ്യാണ്. ഒന്ന് ഉരുക്കിയെടുത്താൽ മതി നെയ്യ്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ അത്രേ വേണ്ടുള്ളൂ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം തിരുമ്മി മിക്സ് ചെയ്യുക. നമ്മളിത് പിടിക്കുന്ന സമയത്ത്, ഉണ്ട പിടിക്കുന്ന സമയത്ത് നമ്മൾ ലഡുവിനൊക്കെ പിടിക്കുന്ന പോലെ പിടിക്കാൻ പറ്റണം, ഇതേപോലെ. എന്നിട്ട് തൊടുമ്പോൾ അതങ്ങ് പോവുകയും വേണം. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു പരുവം കിട്ടും. അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളമേ വേണ്ടുള്ളൂ, കാരണം ഇതിൽ പഞ്ചസാര ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ഒരുപാട് വേണ്ടി വരില്ല. അപ്പോൾ നമ്മളൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ നല്ല ടൈറ്റായിട്ടാണ് നമുക്ക് ഇതിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോരുത്, കാരണം ഇത് നമ്മൾ ലാസ്റ്റത്തെ ബാച്ച് ഫ്രൈ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി ലൂസാവും പഞ്ചസാര അലിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ടൈറ്റായിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഉണ്ട പിടിക്കാൻ പറ്റുന്ന പരുവായാൽ മതി. ഇതേപോലെ ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമുക്ക് കയ്യിലിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് കട്ടിക്കാണ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്കൊരു കുക്കി അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിലെത്തുമ്പോൾ ഒരു ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് വേണമെങ്കിൽ കുറച്ച് തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് വേണമെങ്കിൽ ഷേപ്പാക്കി കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫുള്ളായിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ബിസ്ക്കറ്റ് പരുവാണ് വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഓയിൽ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇടുന്ന സമയത്ത് ഒരു മീഡിയം ചൂട് വേണം. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഫ്ലെയിം നല്ലോണം അങ്ങ് കുറച്ച് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്, എന്നാലേ ഉള്ളു വേവുള്ളൂ, കാരണം കുറച്ച് കട്ടിക്കുള്ളതല്ലേ. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് അടിഭാഗം ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. കാരണം ഇത് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോവും, ബിസ്ക്കറ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം ക്രിസ്പി ആയിട്ടും അകഭാഗം വേവാണ്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് തീ കുറച്ച് വെച്ച് വേവിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇടുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം, പൊടിഞ്ഞു പോകരുത്. ഇത് നമ്മൾ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം നോക്കാൻ പറഞ്ഞത്. അഥവാ ആദ്യത്തെ ബാച്ച് ഇടുന്ന സമയത്ത് അങ്ങനെ പൊടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചും കൂടി ഗോതമ്പ് മാവ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഞാനത് 2 സൈഡൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടി കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എടുക്കുന്ന സമയത്ത് അത്ര ക്രിസ്പി ആയിട്ടല്ല ഉണ്ടാവുക, പക്ഷെ നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഇത് നന്നായിട്ട് ക്രിസ്പി ആവുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ലോണം ചൂടാറിയിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ബേക്കറിയിൽ അധികം കാണാറില്ല. പണ്ട് ചെറിയ ചായക്കടയിലൊക്കെ കിട്ടുന്ന ഒരു ചില്ല് കുപ്പിയിൽ കിട്ടുന്ന ഒരു ബിസ്ക്കറ്റാണിത്. നമ്മൾ ബിസ്ക്കറ്റ് എന്നാണ് പറയുക, വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. ഇത് നല്ല ടൈറ്റായിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ സുഖമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.